നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.2 ഫോർത്ത് ക്വസ്റ്റൻ ആണ്. അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിലെ ഫോർത്ത് ക്വസ്റ്റൻ എക്സസൈസ് 8.2. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ തന്നെയാണ്. കാരണം നമുക്ക് ചെയ്ത് നോക്കാം. കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. തുടക്കം തന്നെ ഞാനൊരു XY ലൈൻ വരയ്ക്കുകയാണ്. എന്തിനാണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ മനസ്സിലാവും. കാരണം ഇവിടെ യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ട്രയാങ്കിൾ ഹൂസ് വേർട്ടിസസ്. വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ട്രയാങ്കിളുടെ പോയിന്റ്സിനെയാണ് വേർട്ടിസസ് എന്ന് പറയുന്നത്. ആ പോയിന്റ്സ് മൂന്നും തന്നേക്കാണ്. -1 0 -1 0 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇവിടെ -1, ഇത് -2, ഇവിടെ ഞാൻ -3 എന്ന് കൊടുക്കാം. ഇവിടെ 1, ഇത് 2, ഇത് 3, ഇവിടെയും 1 2 3 കൊടുത്തു. സോ നമുക്ക് വരയ്ക്കാം. -1 0 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും അല്ലേ പോയിന്റ്, ഇതായിരിക്കും -1 0, കാരണം സെൻറ്റർ 0 ആണല്ലോ. അടുത്ത 1 3 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും പോയിന്റ്, എക്സിലെ 1 വൈയിലെ 3 ഇവിടെ ആയിരിക്കും പോയിന്റ് അല്ലേ, 1 3. ഇതാണ് 1 3 എന്ന് പറഞ്ഞ പോയിന്റ്. അടുത്ത ഏത് പോയിന്റ് ആണ്? 3 2 എന്ന് പറയുമ്പോൾ എക്സിൽ 3 വൈയിൽ 2, 3 2 എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇവിടെ ആയിരിക്കും. ഇതാണ് 3 2. ഇത് മൂന്നും വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കാം. 1 2 3. സോ ഇതാണ് നമ്മുടെ എന്ത് റിക്വയർഡ് ഏരിയ അല്ലേ. ഈ ഏരിയ നമുക്ക് ഷെയ്ഡ് ചെയ്ത് മാറ്റാം. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് എന്തേ തന്നിട്ടുള്ള വേർട്ടിസസ് മാത്രമേ തന്നിട്ടുള്ളൂ. വേർട്ടിസസിന് പേര് കൊടുക്കാം. ഇത് എ, ഇത് ബി, ഇത് സി, അങ്ങനെ 3 വെർട്ടിസസ് ഉണ്ട്. ഈ 3 വെർട്ടിസസ് പേര് കൊടുത്ത് ABC. ഇതിനകത്ത് വരുന്ന ആ പോർഷന്റെ ഏരിയ മാത്രമാണ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാടാവുന്ന ആലോചിച്ച് നോക്കിയേ. എങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ഈ ഏരിയ സാധാരണ രീതിയിലൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു, അതേപോലെ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യമാണ് ആദ്യം എ. ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത പെർപെൻഡിക്കുലർ പേര് കൊടുക്കുക, ഡി എന്നും ഇ എന്നും കൊടുക്കുക. സി വരെ കൊടുത്തല്ലോ, ഡി. എ ബി സി, ABC കണ്ടല്ലോടാ, ABC അല്ല സോറി, ABD. ABD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കണ്ടോടാ, ABD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കണ്ടോ? അതായത് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ട്, ഇതാണ് നിങ്ങളുടെ ABD എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ട ട്രയാങ്കിൾ. ഇത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കും ആദ്യം. ശ്രദ്ധിച്ചോളാം, ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച് മാറ്റി വയ്ക്കും. തൊട്ടടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ട്രയാങ്കിൾ ട്രപ്പീസിയം കണ്ടുപിടിക്കും. DBCE എന്ന് പറഞ്ഞ ട്രപ്പീസിയം കണ്ടുപിടിക്കും. DBCE അതായത് ഇതാണ് ട്രപ്പീസിയം. ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കും. കണ്ടോ, ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കും. എന്താണ്, നമ്മൾ ഏതിന്റെ ഏരിയ കണ്ടുപിടിക്കും? DBCE എന്ന് പറഞ്ഞ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കും. ABDയുടെ കണ്ടുപിടിച്ച് മാറ്റി വെച്ചു. അതേപോലെ DBCയുടെ ട്രപ്പീസിയത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കും. ശ്രദ്ധിച്ചോ, ഈ ACE കണ്ട, ഇതാണ് ACE. ഇത് ഇത്രയും പോർഷൻ ACE കൂടെ കണ്ടുപിടിക്കും. ACE കൂടെ കണ്ടുപിടിച്ചിട്ട് എടാ ഒന്ന് ആലോചിച്ച് നോക്കടാ, ACE കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇതങ്ങ് മൈനസ് ചെയ്താൽ പോലെ. ABDയും DBCയും കൂടെ ആഡ് ചെയ്ത്, രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ പോർഷൻ കിട്ടി. അതിൽ നിന്ന് ട്രയാങ്കിൾ ACE എന്ന് പറഞ്ഞ ആ ഒരു ട്രയാങ്കിൾ മൈനസ് ചെയ്താൽ നമുക്ക് മേളിലുള്ള പോർഷൻ അല്ലേ നമുക്ക് വേണ്ടത്. അതല്ലേ നമ്മുടെ റിക്വയർഡ് ഏരിയ. ഞാൻ ആദ്യം മറ്റേ പേനിട്ട് വരച്ചതല്ലേ റിക്വയർഡ് ഏരിയ. ഇതല്ലേ നമ്മുടെ റിക്വയർഡ് ഏരിയ. അതത്ര നമുക്ക് കിട്ടത്തില്ലേടാ. ആ ഒരു ട്രയാങ്കിൾ പ്ലസ് ആ ഒരു ട്രപ്പീസിയം രണ്ടും കൂടെ ആഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ അടിയിലുള്ള ആ ചെറിയ ട്രയാങ്കിൾ നമ്മൾ മൈനസ് ചെയ്ത് കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട ഏരിയ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അതാണ് ഫോർമുല. നിങ്ങൾക്ക് ഫോർമുല മനസ്സിലായാലോ. ഇതാണ് റിക്വയർഡ് ഏരിയ. പക്ഷേ ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന എല്ലാം എന്താണ്, വേർട്ടിസസ് ആണ്. സോ വേർട്ടിസസ് വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് വേണം, വൈക്ക് ഇക്വേഷൻസ് വേണം അല്ലേ. അപ്പൊ 2 വേർട്ടിസസ് ഉണ്ടെങ്കിൽ ABയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചുകൂടെടാ. ഇപ്പൊ A എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾക്കറിയാം എന്താണ്. A എന്ന് പറഞ്ഞ പോയിന്റ് -1 0 ആണെന്ന് അറിയാം. അതേപോലെ B എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്, 1 3 ആണെന്ന് അറിയാം. അപ്പം ഇത് നിങ്ങളുടെ X1 ആണ്, ഇത് Y1 ആണ്, ഇത് ഓട്ടോമാറ്റിക്കലി X2 ആണ്, Y2 ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ABയുടെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ ഓഫ് AB എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ABയുടെ ഇക്വേഷൻ എങ്ങനെയാണ്. Y - Y1 by Y2 - Y1 is equal to X - X1 by X2 - X1. ഇതല്ലേടെ AB ഇക്വേഷൻ. ഈ AB ഇക്വേഷൻ അതിനകത്ത് ഇട്ട് നോക്കിയാൽ അപ്പോൾ എന്ത് കിട്ടും? Y - Y1 എത്രയാണോ 0 ഡിവൈഡഡ് ബൈ Y2 - Y1. Y2 എത്രയുണ്ട്? 3
-y1 എത്രയാണ് 0 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വൺ എത്രയാണ് -1 വരുമ്പോൾ ഇവിടെ +1 വരും ഡിവൈഡഡ് ബൈ x2 എത്രയാണ് 1 മൈനസ് x1 എന്ന് പറഞ്ഞാൽ വീണ്ടും -1 അത് ഇപ്പോൾ +1 ആവും ഇതിൽ നിന്ന് y ഇക്വേഷൻ എഴുതി കൂടെ ഇടാം അതായത് y/3 ഈസ് ഈക്വൽ ടു x + 1/2 എന്ന് കിട്ടും അപ്പം y ഇക്വേഷൻ എന്ത് കിട്ടൂടാ ഈ 3 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു x + 1 എന്ന് കിട്ടത്തില്ലടാ ഇതാണ് AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ കറസ്പോണ്ടിങ്ങിൽ നമുക്ക് BC കണ്ടുപിടിച്ചു വിട്ടടാ BC എന്ന് പറഞ്ഞാൽ എന്താണ് AB എന്ന് പറഞ്ഞ ഈ സൈഡിൻ്റെ ഇക്വേഷൻ കിട്ടി അതായത് ഇപ്പം കിട്ടി ഇനി അടുത്ത BC ഉണ്ട് AC ഉണ്ട് മൂന്നുമാണ് നമുക്ക് ബേസിക്കലി കണ്ടുപിടിക്കാനുള്ളത് BC കണ്ടുപിടിച്ചു വിട്ടടാ BC ചെയ്യുമ്പോൾ എന്ത് കിട്ടും y-3 ഡിവൈഡഡ് ബൈ 2 - 3 ഈസ് ഈക്വൽ ടു x - 1 ഡിവൈഡഡ് ബൈ 3 - 1 എന്ന് കിട്ടത്തില്ലേ BCയുടെ 2 പോയിന്റ്സ് എടുത്ത് ചെയ്തു നോക്കണം BCയുടെ പോയിന്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം BCയുടെ പോയിന്റ്സ് B എന്ന് പറഞ്ഞാൽ എത്രയാണടാ B എന്ന് പറഞ്ഞാൽ -1 3 C എന്ന് പറഞ്ഞാൽ 3 2 ഇതാണ് BC ഇതിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ y ഇക്വേഷൻ എഴുതിക്കേടാ y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 7 - x/2 കിട്ടും y ഇക്വേഷൻ അതേപോലെ AC ചെയ്യുക ACക്കും കറസ്പോണ്ടിങ്ങിൽ നിങ്ങൾക്ക് y ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു x + 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും സോ 3 ഇക്വേഷനായല്ലോ ഇനി നമ്മൾ നേരത്തെ എഴുതിയ ABD എടുക്കുമ്പോൾ AB ഇക്വേഷൻ എടുക്കുക ABD എടുക്കുമ്പോൾ എന്തെടുക്കുക ABD എടുക്കുമ്പോൾ AB ഇക്വേഷൻ എടുക്കുക DBC എന്ന് പറഞ്ഞാൽ ട്രപ്പീസ് എടുക്കുമ്പോൾ ഇക്വേഷൻ എഴുതുക BC ഇക്വേഷൻ എഴുതുക കാരണം അതിനകത്തൊരു ലൈനല്ലേ ഉള്ളൂ പിന്നെ ACE എടുക്കുമ്പോൾ എന്തിൻ്റെ ഇക്വേഷൻ എഴുതുക AC ഇക്വേഷൻ എഴുതുക ആൻസർ ആയി ഇനി ലിമിറ്റ് എഴുതുമ്പോൾ സൂക്ഷിക്കണം എക്സിൻ്റെ ലിമിറ്റ്സ് എഴുതാവും ഇപ്പം AB എന്ന് പറഞ്ഞ ലൈൻ ABD എന്ന് പറഞ്ഞത് കൺസിഡർ ചെയ്യുമ്പോൾ അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കുറച്ചല്ല ഇപ്പം തന്നെ പറഞ്ഞുതരാം അപ്പം നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആണ് നമുക്ക് കണ്ടുപിടിക്കുകയാണ് അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB പ്ലസ് ഏരിയ ഓഫ് ട്രപ്പീസിയം എന്താണ് BDEC അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AEC കിട്ടുമല്ലോ ഫസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതാം ഇൻ്റഗ്രൽ ഫസ്റ്റ് ADB എന്ന് പറയുമ്പോൾ ADB കണ്ടല്ലോ AB ഇക്വേഷൻ എഴുതിയപ്പോൾ ADBയും ABDയും എങ്ങനെ വേണം എഴുതാൻ കേട്ടാ AB ഇക്വേഷൻ എന്താണെടാ 3/2 ഇൻറ്റു x + 1 3/2 ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് പുറത്തെഴുതാം 3/2 ഇൻറ്റു എന്താണെടാ x + 1 ഇൻറ്റു DX ഇങ്ങനെയല്ലേ കിട്ടുന്ന 1 ഇൻറ്റു DX ഇതിൽ ഇൻ്റഗ്രൽ സൈൻ ഇല്ലടാ ഇൻ്റഗ്രൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണ്ടേ ലിമിറ്റ് ഏത് ലിമിറ്റ് എടുക്കും അപ്പോൾ നിങ്ങൾ നേരെ ഇത് ട്രയാങ്കിൾ ABയിൽ കയറിയിട്ട് AB എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടല്ലോടാ ഇതിൽ എക്സിൻ്റെ ലിമിറ്റ് ഇതല്ലേടാ XY ഇതും അല്ലേടാ XY X ഏത് തൊട്ട് ഏതുവരെ വേരി ചെയ്യുന്നു X -1 തൊട്ട് 1 വരെയാണ് ABയിൽ വേരി ചെയ്യുന്നത് അല്ലേ അത്രയേ ഉള്ളൂ അതൊന്ന് മാത്രം ആലോചിച്ചാൽ മതി ലിമിറ്റ് എങ്ങനെയാണ് -1 to 1 ഫസ്റ്റ് ഇക്വേഷനായി സെക്കൻഡ് ഇക്വേഷൻ ഇൻ്റഗ്രൽ BDEC ഇക്വേഷൻ നമ്മളിവിടെ BCയുടെ കണ്ടുപിടിച്ചല്ലോ 7 - x/2 1/2 പുറത്തെടുക്കുക 1/2 പുറത്തെടുത്തിട്ട് നമുക്ക് എന്ത് മാത്രം എഴുതാം 7 - x എന്ന് എഴുതി കൂടെ എഴുതാം ലിമിറ്റ് നോക്കടാ BC ലിമിറ്റ് ഏതാണ് BCയുടെ ലിമിറ്റ് X ഏത് തൊട്ട് ഏതൊരു വേരി ചെയ്യുന്നു ഇത് തൊട്ട് ഇത് വരെ വേരി ചെയ്യുന്നു ഇത് XY അല്ലടാ അതായത് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 വരെ എക്സിൻ്റെ ലിമിറ്റ് വേരി ചെയ്താണ് 1 to 3 അത്രയേ ഉള്ളൂ എക്സിൻ്റെ ലിമിറ്റ് എത്രയാണടാ 1 to 3 അപ്പോൾ അതുമായി മൈനസ് ഇനി എന്ത് മൈനസ് ചെയ്യണം അടുത്ത ട്രയാങ്കിൾ ACE ഇക്വേഷൻ എത്രയാണ് 1/2 പുറത്തിടാം x + 1 ആണ് ഇക്വേഷൻ AC ഇക്വേഷൻ നോക്കിയിട്ട് അതിൻ്റെ ലിമിറ്റ് AC അല്ലടാ ഇത് AC എന്ന് പറയുമ്പോൾ ഇതാണ് A ഇതാണ് C ഏത് തൊട്ട് ഏതൊരു വേരി ചെയ്യണടാ -1 to 3 ആണ് വേരിയേഷൻ -1 to 3 എല്ലാത്തിനോട് DX ഇട്ടോളാം മറക്കല്ലേ ഓക്കെ നമ്മുടെ 3 ഇക്വേഷനായി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി നമുക്ക് ചെയ്യാം സോ റിക്വയർഡ് ഏരിയ അത് തന്നെയാണ് എന്താണ് 3/2 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യണം 3/2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് x² + 1 ഇൻ്റഗ്രൽ x + 1/2 പുറത്തിട്ട് ലിമിറ്റ് ഇടണം -1 to 1 അടുത്ത 1/2 പുറത്തിട്ട ശേഷം 7 ഇൻ്റഗ്രൽ എത്രയാണ് 7x - എക്സിൻ്റെ x² ലിമിറ്റ് ഇടുക 1 to 3 -
1/2 പുറത്തിടുക. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് ഇവിടെ? x²/2 പ്ലസ് എക്സ് മൈനസ് 1 to 3. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. 3/2 പുറത്തിട്ടിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1/2 പ്ലസ് 1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1 ആണ്. ലോവർ ലിമിറ്റ് ശ്രദ്ധിച്ചോളെ. -1²/2 -1 സ്ക്വയർ ഇത് തന്നെയാണ് 1/2 -1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. അടുത്തത് 1/2 എടുത്തിട്ട് അടുത്ത അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 7 × 3 21 മൈനസ് 3 × 3 9/2 അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി അടുത്ത ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് 1 ആണ്. 1 കൊടുക്കുമ്പോൾ 7 മൈനസ് അവിടെ 1 കൊടുക്കുമ്പോൾ 1/2. ഓക്കെ, -1/2 കൊടുത്തതിന് ശേഷം അടുത്തത് 9/2 പ്ലസ് 3 അപ്പർ ലിമിറ്റ് കൊടുത്ത് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. മൈനസ് എന്ത് കിട്ടും? 1/2 -1. ഇങ്ങനെയല്ലേ കിട്ടുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, വേറെ ഒന്നും ചെയ്തിട്ടില്ലേ. അടുത്ത 3/2 ഇൻറ്റു അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? വളരെ സാവകാശം ചെയ്തായി 1/2 പ്ലസ് 1. ഈ മൈനസ് അകത്ത് കൊടുക്കടാ. അപ്പോൾ എന്ത് കിട്ടും? 1/2 പ്ലസ് 1 മൈനസ് 1/2 പ്ലസ് 1. ഇങ്ങനെയല്ലേ കിട്ടുന്നത്? ഓക്കെ, എല്ലാത്തിലും ബ്രാക്കറ്റ് മൈനസ് അകത്ത് കൊടുത്തിട്ട് ഞാൻ എഴുതാം. അതായത് 21 മൈനസ് 9/2 മൈനസ് 7 പ്ലസ് 1/2 മൈനസ് 1/2 ഇൻറ്റു 9/2 പ്ലസ് 3 മൈനസ് 1/2 പ്ലസ് 1. എല്ലാത്തിലും മൈനസ് അകത്ത് കൊടുത്തിട്ട് എഴുതിയെന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി സോൾവ് ചെയ്യും. ഇവിടെ 1/2 മൈനസ് 1/2 കട്ടായിപ്പോൾ 3/2 ഇൻറ്റു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. പ്ലസ് 1/2 ഇൻറ്റു ഇതിൻ്റെ അകത്ത് സോൾവ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് സോൾവ് ചെയ്യുമ്പോൾ 21 മൈനസ് 7 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 14 കിട്ടും. 14 കിട്ടിയിട്ട് മൈനസ് 9/2 പ്ലസ് 1/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിനോമിനേറ്റർ സെയിം ആണ്. സോ -8/2 എന്ന് കിട്ടും അല്ലേ. 8 × 2 28 മൈനസ് 8/2 എന്ന് കിട്ടും. 28 മൈനസ് 8 എത്രയാണ്? 20/2. ആൻസർ എത്രയാണ്? 10. -1/2 ഇൻറ്റു അടുത്തത് ഇവിടെ 9/2 മൈനസ് 1/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 9 മൈനസ് 1 8/2 എന്ന് കിട്ടും. 8/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. 4 പ്ലസ് 3 പ്ലസ് 1 4 പ്ലസ് 3 7 7 പ്ലസ് 1 എന്താണ്? 8 അല്ലേ. അപ്പോൾ ഇവിടെ 2 × 2 കട്ട് ചെയ്യാം. ഇവിടെ 10 × 2 കട്ട് ചെയ്യുക 5 കിട്ടും. ഇവിടെ 2 8 കട്ട് ചെയ്താൽ 4 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 3 പ്ലസ് 5 മൈനസ് 4 എത്ര കിട്ടും? 3 പ്ലസ് 5 8 8 മൈനസ് 4 4 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇതാണ് ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്ത ക്വസ്റ്റൻ അടുത്താണ് ലാസ്റ്റ് ക്വസ്റ്റൻ. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ക്വസ്റ്റൻ നോക്കാം. താങ്ക് യു സോ മച്ച്.